ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹെൽത്തി കേരള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെറുമൊരു ചികിത്സാ രീതിയല്ല അത് മാനസികമായും മനസ്സിനെയും ശരീരത്തിനെയും അതുപോലെ തന്നെ ആത്മാവിനെയും ഒക്കെ തന്നെ ഗുണകരമാവുന്ന ഒരു തരത്തിലുള്ള ചികിത്സാ രീതിയാണ്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഒരു അസുഖം വരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത്. രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, നല്ല ഭക്ഷണം, വ്യായാമം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഡോക്ടർ റോയ് ജോസഫ് പരിപാടിയിൽ അധ്യക്ഷനായി. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിമി മുരളി, ഹോമിയോ DMO ഡോക്ടർ ജുമൈലത്ത്, ഡോക്ടർ നസീല, AK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ പ്രദർശനവും ഒരുക്കി. സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി DJ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ 28 മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ. ദുബായ്, ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സറിയൽ വെള്ളച്ചാട്ടം, നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധതരം റൈഡുകൾ, ഫുഡ് കോർട്ടുകൾ, വിവിധതരം എന്റർടൈൻമെന്റുകൾ, ഗെയിമുകൾ, ഫാമിലി ഗെയിമുകൾ. 50 ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടക്കൽ എക്സ്പോയിൽ വൈകുന്നേരം 3 മുതൽ രാത്രി 9 വരെ പ്രവേശനം. ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ആഘോഷിക്കാം DG അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോയ്ക്കൊപ്പം. രാജാസ് ഹൈസ്കൂളിന് സമീപം, പറമ്പിലങ്ങാടി, കോട്ടക്കൽ.